നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 1955 ഉത്തർപ്രദേശ് ഗോവധ നിരോധന നിയമപ്രകാരം പശുക്കളെ കൊല്ലുന്നതും ബീഫ് വിൽക്കുന്നതും കൊണ്ടുപോകുന്നതും നിരോധിച്ചിട്ടുണ്ടെന്നും പശുക്കളെ ഉപദ്രവിക്കുന്നത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടുന്നുവെന്നുമാണ് നിയമം നിഷ്കർഷിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് പശുവിനെ കൊല്ലുന്നത് 10 വർഷം തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോഴാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഞായറാഴ്ച ഉച്ചഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണിക്ക് പകരം ബീഫ് ബിരിയാണി നൽകുമെന്ന് പറയുന്ന ഒരു നോട്ടീസ്. ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാല എപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് സർവകലാശാലയിലെ മെനുവിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചുള്ള അറിയിപ്പുമായി അവർ പുതിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞായറാഴ്ച മുതൽ മെനുവിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചുള്ള സർവകലാശാലയുടെ അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. സർവകലാശാലയിൽ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചത് കാരണം ചിക്കൻ ബിരിയാണിക്ക് പകരം ഞായറാഴ്ച തോറും ഉച്ചഭക്ഷണ മെനുവിൽ ബീഫ് ബിരിയാണി വിളമ്പുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പുതിയ മെനു സർവകലാശാലയിലെ താമസക്കാർ ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നോട്ടീസ് വ്യക്തമാക്കുന്നുണ്ട്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ സുലൈമാൻ ഹാൾ മെസ്സിലെ ഭക്ഷണ മെനുവിനെ കുറിച്ചാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഡൈനിങ് ഹാളിലെ സീനിയർ ഫുഡ് ഓഫീസർമാരായ മുഹമ്മദ് ഫൈസുള്ളയുടെയും മുജാസിം അഹമ്മദ് ഭാട്ടിയുടെയും പേരുകൾ നോട്ടീസിലുണ്ട്. അതേസമയം ഈ വൈറൽ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അലിഗഡ് പോലീസ് നിയമങ്ങൾക്കനുസൃതമായി നടപടിയെടുക്കുമെന്ന് അറിയിച്ചു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള 20 ഹോസ്റ്റലുകളിലും താമസക്കാർക്ക് ഒരു ദിവസം 3 നേരം ഭക്ഷണം വിളമ്പുന്നുണ്ട്. അതേസമയം സർവകലാശാല പ്രൊഫസർ മുഹമ്മദ് വാസിം അലി ദേശീയ മാധ്യമത്തോട് പറഞ്ഞത് ഇതൊരു അക്ഷരത്തെറ്റായിരുന്നു എന്നാണ്. ചിക്കൻ ബിരിയാണിയിൽ നിന്ന് മെനുവിലെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ചിക്കൻ ബിരിയാണിക്ക് പകരം ബീഫ് ബിരിയാണി എന്ന് ടൈപ്പ് ചെയ്തതായി തോന്നുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. ഈ അറിയിപ്പ് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായി. സോഷ്യൽ മീഡിയയിലും സർവകലാശാലയുടെ നടപടിക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളുണ്ടായി. ഇതോടെ പ്രഖ്യാപനം നോട്ടീസിലെ ടൈപ്പിംഗ് പിശകുമൂലം പറ്റിയതാണെന്നും ഉത്തരവാദികളായവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും സർവകലാശാല അധികൃതർ അറിയിച്ചു. നോട്ടീസിൽ ഔദ്യോഗിക ഒപ്പുകളില്ലാത്തതിനാൽ ആധികാരികതയിൽ സംശയമുണ്ടെന്നും ഉടൻ തന്നെ പിൻവലിച്ചുവെന്നും അധികാരികൾ വിശദീകരിച്ചു. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കുന്നതിൽ നിന്നും തുടക്കത്തിൽ സർവകലാശാല വിട്ടുനിന്നിരുന്നു. ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നോട്ടീസ് ഭക്ഷണ മെനുവിനെ കുറിച്ചാണെന്ന് ഞങ്ങൾ കണ്ടെത്തി. എന്നിരുന്നാലും അതിൽ വ്യക്തമായ ടൈപ്പിംഗ് പിശകുണ്ടായിരുന്നു. നോട്ടീസിൽ ഔദ്യോഗിക ഒപ്പുകളില്ലാത്തതിനാൽ അതിന്റെ ആധികാരികതയെക്കുറിച്ച് സംശയം ഉയരുന്നതിനാൽ അത് ഉടൻ പിൻവലിച്ചു, പ്രസ്താവനയിൽ പറയുന്നു. നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ഉത്തരവാദികളായ 2 സീനിയർ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ പ്രൊവോസ്റ്റ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സർവകലാശാല നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ ഞങ്ങൾ ഈ വിഷയം ഗൗരവമായി എടുക്കുന്നു, പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. സംഭവത്തോട് രൂക്ഷമായി പ്രതികരിച്ച BJP നേതാവും AMU പൂർവ്വ വിദ്യാർത്ഥിയുമായ നിഷിത് ശർമ്മ സർവകലാശാല തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെ മോശം പെരുമാറ്റം മറച്ചുവെക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ചു. ഇതിൽ ഭരണകൂടത്തിന്റെ പങ്ക് ലജ്ജാകരമാണ്. ചിക്കൻ ബിരിയാണിക്ക് പകരം ബീഫ് ബിരിയാണി വിളമ്പുമെന്ന് വ്യക്തമാക്കുന്ന ഒരു നോട്ടീസ് സർ ഷാ സുലൈമാൻ ഹാളിൽ പ്രചരിപ്പിച്ചു. നോട്ടീസ് പരസ്യമായി പ്രദർശിപ്പിച്ചിരുന്നു. അത് മുതിർന്ന ഭക്ഷ്യ കമ്മിറ്റി അംഗങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. ഭരണകൂടം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെ മോശം പെരുമാറ്റം മറച്ചുവെക്കുകയും ചെയ്യുന്നുവെന്ന് ഇത്തരം നടപടികൾ സൂചിപ്പിക്കുന്നു, ശർമ്മ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.